ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വീണ്ടും ഒരു എംബ്രോയ്ഡറി ഡിസൈൻ കണ്ടാലോ. ഈ ഒരു ഡിസൈൻ വരയ്ക്കുന്നതെല്ലാം ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. നമ്മളൊരു സാരിക്ക് വേണ്ടിയിട്ട് ഒരു തെപ്ചി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസൈൻ ഡ്രോ ചെയ്യുന്നതാണ് കേട്ടോ ഈ കാണിച്ചിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഡ്രോ ചെയ്തതെന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഇതൊരു സാരിയിലേക്ക് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് എംബ്രോയ്ഡറി ചെയ്യാമെന്നുള്ളതാണ്. സോ വീഡിയോയിലേക്ക് പോകാം. ഞാൻ അനീഷ. എല്ലാവർക്കും അന്തരം ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഞാൻ എടുത്തിരിക്കുന്ന സാരി ഒരു കോട്ട സാരിയാണ്. നല്ല ഫൈനായിട്ടുള്ള നല്ലൊരു കോട്ട സാരിയാണ്. ഇതിലേക്ക് ഈ ഒരു ഡിസൈൻ ഞാൻ ഓൾറെഡി വരച്ചത് ഞാൻ പറഞ്ഞിരുന്നു. ഞാനിത് എങ്ങനെ വരയ്ക്കുന്നതെന്നുള്ളതെല്ലാം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഡ്രസ്സിലേക്ക് വരയ്ക്കാനായിട്ട് ഞാൻ ആദ്യം ഹീറ്റ് ഇറേസബിൾ പെൻസിലും നമ്മൾ സാധാരണ ഫാബ്രിക്കിലേക്ക് യൂസ് ചെയ്യുന്ന പെൻസിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറേസായി പോകുന്നതൊക്കെ നോക്കിയിരുന്നു. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രയും ഫൈനായിട്ടുള്ള സാരി ആയതുകൊണ്ട് തന്നെ ഇതിൽ വിസിബിൾ ആവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനൊരു പെൻസിലാണ് ഞാനിതെടുത്തത്. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നതെന്ന് പറയുന്നത് മുന്താണി നിറച്ചും പിന്നെ നമ്മൾ ഫ്രണ്ടിൽ പ്ലീറ്റ്സ് ഇടുന്ന ഭാഗം നിറച്ചുമായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു സാരി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ താഴെ വെച്ചിട്ടാണ് ഞാൻ ഇത് മുകളിൽ കൂടി നമുക്ക് അന്നേരം ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് കാണാൻ പറ്റുമല്ലോ. അതങ്ങനെയാണ് ഞാൻ ഈ ഡിസൈൻ വരച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാരിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ഒരു പെൻസിൽ ഫുള്ള് ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മുടെ സാധാരണ ഒരു പെൻസിൽ അത് ഫുള്ള്, കാരണം ഒരു റഫ് ഇതായിട്ടായിരിക്കുമല്ലോ സാരിയിൽ, അപ്പോൾ പെട്ടെന്ന് ഫിനിഷ് ആവും നമ്മുടെ പെൻസിൽ. അതുകൊണ്ട് അതുമല്ല ഭയങ്കര ബ്ലണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഷാർപ്പൻ ചെയ്തിരുന്നാണ് ഞാൻ ഈ വർക്ക് ചെയ്തത്. അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോൾ അടുത്ത ഡിസൈൻ കറക്റ്റ് ഇങ്ങനെ വെക്കുന്നതായിരുന്നു ഏറ്റവും വലിയൊരു പണി. പ്രോപ്പറായിട്ട് വെക്കണം. പിന്നെ ആ ഒരു പാരലൽ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കാരണം സാരി നമുക്കൊന്ന് ഏങ്കോണിച്ചും പോകാൻ പാടില്ലല്ലോ. അപ്പോൾ വൃത്തിയായിട്ട് വരുത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ശരിക്കും ഇതിൻ്റെ ഈ ഒരു ഡ്രോയിങ് തന്നെയായിരുന്നു ഈ ഒരു സാരിയുടെ മെയിൻ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ഡ്രോയിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ വർക്ക് ശരിയാണ്, നമുക്ക് വർക്ക് ചെയ്യാനുള്ളതിന് ഒരു ഇതുണ്ട്. പക്ഷേ ആ പ്രോപ്പറായിട്ട് ആ ഡിസൈൻ വരച്ച് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഡിസൈൻ വരച്ച് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചൊരു സമാധാനമാണ്. നമുക്ക് പിന്നെ ഒരു വർക്ക് ചെയ്യാനായിട്ട് പിന്നെ വേറെ ടെൻഷൻ ഇല്ലല്ലോ, ചെയ്താൽ മതിയല്ലോ, അങ്ങനെ ഒരിത്. അപ്പോൾ ഇതേമാതിരിയാണ് ഈ സാരി മൊത്തത്തിൽ ഞാൻ വരച്ചെടുക്കുന്നത്. ഇതിലിപ്പോൾ വർക്ക് ഞാൻ പറഞ്ഞു തെപ്ചി സാരിയാണ്. അതുകൊണ്ട് വർക്ക് എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് ഡിഫിക്കൽട്ടി ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ നമുക്ക് ഫ്രെയിം ഇത്രയും ഫൈനായിട്ടുള്ളൊരു സാരി ആയതുകൊണ്ട് തന്നെ ഫ്രെയിം ഫിക്സ് ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. പിന്നെ നമ്മുടെ സാരി നന്നായിട്ട് വലിഞ്ഞിരിക്കുകയും വേണം. കാരണം വലിഞ്ഞിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് ലൂസായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റായിട്ടോ ഇങ്ങനെ സാരിക്ക് തുണിക്കൊരു ചുളുക്കലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ ഫ്രെയിം വെക്കുന്നതായിരുന്നു പിന്നൊരു ടാസ്ക് എന്ന് പറയുന്നത്. ഇതേമാതിരത്തെ ഫൈനായിട്ടുള്ള ഇപ്പോൾ നമുക്ക് ചെക്കോട്ട ടൈപ്പ് സാരീസൊക്കെ ഉണ്ട്, ഇച്ചിരി നല്ല സ്റ്റിഫായിട്ടുള്ള സാരി, അതിന് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇതിന് വർക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്ന ത്രെഡാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഞാൻ നമ്പർ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ ഡിസൈൻസും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു ഡിസൈൻ മാത്രം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഇത്രയും സ്ട്രാൻഡ് ഓഫ് ത്രെഡ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ മൊത്തത്തിൽ സാരിയുടെ ഡിസൈൻ വരയ്ക്കുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് ബോറടിച്ചിട്ട് ഈ ഷേപ്പൊക്കെ അത്ര പെർഫെക്ഷനിലായിരിക്കില്ല. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പെറ്റൽസ് എല്ലാം ഈവണായിട്ടും പ്രോപ്പറായിട്ടും വരാവുന്ന രീതിയിൽ ഒന്നും കൂടി ഒരു ഹീറ്റ് ഇറേസബിൾ പെൻ വെച്ചിട്ട്, കാരണം ആദ്യമേ ഈ പെന്ന് വെച്ച് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാരണം ഇത് ഓൾ ഓവർ വരുന്നുണ്ടല്ലോ, ഫുൾ സാരിയുടെ ആ ഒരു പോർഷൻ കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ വർക്ക്. അങ്ങനെ വരുമ്പോൾ അത് ചെറിയ നമ്മുടെ ടെമ്പറേച്ചർ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൻ്റെ ഒരു ഇത് കാരണം തന്നെ ആ ഒരു ഇത് മങ്ങി പോകും. അതുകൊണ്ട് നമ്മൾ ഫുള്ള് വരച്ചത് എഫേർട്ട് എടുത്ത് മൊത്തം വേസ്റ്റായി പോകും. അതുകൊണ്ടാണ് ഞാൻ പെൻസിൽ വെച്ച് വരച്ചത്. സാധാരണ സാരിയിലൊന്നും പെൻസിൽ വരയ്ക്കില്ല, കാരണം അത് പോകാൻ പാടാണ്. പക്ഷേ ഇതിൻ്റെ മുകളിൽ കൂടി എല്ലാം വർക്ക് വരുന്നത് കൊണ്ടും പിന്നെ ഇതൊരു നെറ്റ് പോലത്തെ ഒരു സാരി ആയതുകൊണ്ടുമാണ് ഞാൻ ഇതിനകത്ത് പെൻസിൽ വെച്ച് വരച്ചിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ മാതിരി എന്നിട്ടും വിസിബിലിറ്റി അത്ര ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത് പിന്നെ പെർഫെക്റ്റ് ആയിട്ട് ആ ഡിസൈൻ ആക്കാൻ വേണ്ടിയിട്ടും ഹീറ്റ് ഇറേസബിൾ പെൻ വെച്ചിട്ടൊന്ന് വരയ്ക്കുന്നുണ്ട്.
അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് തെപ്ചി സ്റ്റിച്ച് എന്ന് പറയുന്നത് തന്നെ റണ്ണിങ് സ്റ്റിച്ചാണ്. സോ റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴോട്ട് കുത്തിയെടുക്കുന്നതും മുകളിലോട്ട് കുത്തിയെടുക്കുന്നതും സെയിം ആയിട്ട് വരണം. അതേമാതിരി ഞാൻ ഈ വരച്ചിരിക്കുന്ന എല്ലാ ഡിസൈനിൻ്റെ മുകളിലേക്കും 2 ലെയർ 2 ലൈനായിട്ടാണ് എല്ലാ ഡിസൈൻസും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ, അതായത് ഒന്ന് നമ്മളത് ഒരു സെക്ഷൻ ചെയ്തു, പിന്നെ തിരിച്ച് വന്നു, പിന്നെ വീണ്ടും മുകളിലോട്ട് ഇപ്പോൾ ഞാൻ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. സോ അടുത്തതിലേക്ക് പോകുമ്പോൾ അത് കംപ്ലീറ്റ് ഫില്ല് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 2 ലെയർ ചെയ്യുന്നത് കൊണ്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ടും പോവാം, അതായത് തിരിച്ച് വരുന്ന രീതിയിൽ. ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് മുകളിലോട്ട് പോയിട്ട് ആദ്യത്തെ ആ ഒരു ലീഫ് പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം ഒരു ലെയറായിട്ട് ആ സ്റ്റെമ്മ് പോയിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു ലീഫ് മാതിരി വരച്ചിരിക്കുന്നതിൻ്റെ ബോർഡർ ചെയ്യുന്നു. അപ്പോൾ ഈ ബോർഡർ ചെയ്ത് കഴിയുമ്പോൾ നോക്കുക, ലാസ്റ്റ് വരെ എത്തിക്കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടി ഒരു ലെയറും കൂടി അതൊന്ന് ഫില്ലാകാവുന്ന രീതിയിൽ. സോ ഞാൻ ഈ പറഞ്ഞ മാതിരി 2 ലെയർ. അപ്പോൾ ഇനി ആ താഴോട്ടുള്ള സ്റ്റെം പോർഷനും ഇതേമാതിരി ഒരു ലെയർ മുകളിലോട്ട് പോയത് തിരിച്ചിങ്ങോട്ട് വരുമ്പോഴേക്കും 2 ലെയർ ആവുകയും ചെയ്യും. നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ച് വന്ന് നമുക്ക് എൻഡ് ചെയ്യുന്ന രീതിയിലാവുകയും ചെയ്യും. അപ്പോൾ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ സൈഡിലുള്ള അടുത്ത ലീഫ് പാറ്റേണും കൂടി ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ ഈ അറ്റത്തും കൂടി ഒരു ലീഫ് പാറ്റേൺ ഉണ്ട്, അതും ഇതേമാതിരി ഒരു ലീഫ് കംപ്ലീറ്റ് ചെയ്തിട്ട് അപ്പോഴും ആ ലീഫ് തുടങ്ങിയെടുത്ത് വന്നു, അടുത്ത ലീഫിലേക്കും പോയി. അങ്ങനെ ചെയ്യാവുന്നൊരു ഇതാണ്. ഇതേപോലെ ഇങ്ങനെ ചെയ്യുകയാണ്. പിന്നെ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഒരു ഇത് ആലോചിക്കണമെന്നുണ്ടായിരുന്നു. അതായത് ഞാനൊരു എന്താ പറയുക, മെമ്പർഷിപ്പ് നമ്മുടെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് പറയുക. ഇതിൽ നമ്മൾ വരയ്ക്കുന്ന ഡിസൈൻസ് ഒന്ന് ഷെയർ ചെയ്യാമെന്നും, പിന്നെ ട്യൂട്ടോറിയൽ വീഡിയോസ്, അതായത് നമ്മുടെ ട്രഡീഷണൽ എംബ്രോയ്ഡറീസ് ഞാനിവിടെ എന്താ പറയുക, ഇപ്പോൾ ചിക്കൻ കാരി ആണെങ്കിലും കച്ച് വർക്ക് ആണെങ്കിലും ട്യൂട്ടോറിയൽ വീഡിയോസായിട്ട് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോസ് അതിൽ അപ്ലോഡ് ചെയ്യാമെന്നും വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കൂട്ടത്തിലൊന്ന് പറയുക. സോ ഇതേമാതിരി ബാക്കി ഡിസൈനിലേക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഇതേപോലെ നോക്കുക, അതിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഇവിടുത്തെ എല്ലാ ലീഫും ചെയ്തു. പിന്നെ ഫ്ലവർ വന്നു, ഫ്ലവറിലെ പെറ്റൽസ് എല്ലാം തിരിഞ്ഞിട്ട് തിരിച്ച് വന്ന് ആ സ്റ്റാർട്ട് ചെയ്തെടുത്ത് അവസാനിച്ച് അങ്ങനെയാണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. മുന്താണി ഇതേപോലെ ഇത്രയും ഭാഗത്ത് നിറച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു യെല്ലോ ഷെയ്ഡിനകത്ത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വന്നിരിക്കുന്നത് ശരിക്കും നല്ല രസമുണ്ടാവും. ഞാനിപ്പോൾ ഇതിങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാനിത് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ നാട്ടിലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഉടുപ്പിച്ചിരിക്കുന്നത്. സോ ഇതായിരുന്നു വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും താല്പര്യമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.